Hello, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Morning. റെഡിയായോ എല്ലാവരും? നോട്ടൊക്കെ എടുത്ത് അയ്യോ ഇത് ഏത് മൊഡ്യൂൾ എടുത്തിട്ട് കളയുമ്പോ മിസ് ഏത് മൊഡ്യൂൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയാമോ? ഫിഫ്ത്ത് ആയിരുന്നു അല്ലെ? ഓക്കെ ഓക്കെ, ഞാനത് ഓക്കെ. നമ്മുടെ മൊഡ്യൂളിനെ കുറച്ച് എടുക്കാനുണ്ടല്ലോ. ഒരു സെക്കൻഡ്. ഞാൻ വിചാരിച്ചു പേജ് നമ്പർ പറയോ? ഓക്കെ 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 കിട്ടി. യെസ്, നമ്മള് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗമൊക്കെ കഴിഞ്ഞു. ഏകദേശം നമ്മൾ ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കീ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഫോർമേഷൻ സിസ്റ്റം. ഇത്രയൊക്കെ നമ്മളുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴും, അതായത് എത്ര സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് റെക്കോർഡുകളെല്ലാം തന്നെ ഈ രൂപത്തിൽ, മീൻസ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ ഫോർമാറ്റിലാണ് ഇന്ന് എല്ലാ ഹോസ്പിറ്റൽസും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ഹോസ്പിറ്റൽസ് ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുമ്പോഴും ഫേസ് സം ചലഞ്ചസ്. ഹോസ്പിറ്റൽസ് ഈ പറയുന്ന റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് പല ചലഞ്ചസും ഫേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത് ഈ പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ്ലി ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് ഇന്ററോപ്പറബിലിറ്റി ആണ്, രണ്ടാമത്തേത് അതിന്റെ യൂസബിലിറ്റി, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹെൽത്ത് IT സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ രണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, മുന്നത്തെ ക്ലാസ്സിലൊക്കെ കുറച്ചധികം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഹെൽത്ത് IT ആൻഡ് സേഫ്റ്റി. അതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സ് സേഫ് ആക്കാൻ, whatever things are recorded in the medical records in the healthcare system, it has to be protected. Its safety has to be protected. It has to be secured. തീർച്ചയായിട്ടും അതിന്റെ സുരക്ഷിതത്വം വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് അല്ലെ. അതിന് വേണ്ടിയിട്ട് in 2011 the Institute of Medicine, നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു എന്താ പറയാ ഒരു റിപ്പോർട്ട് അതിന് വേണ്ടിയിട്ട് എന്താ പറയാ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ പേര് ഹെൽത്ത് IT ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി എന്നാണ്. ഹെൽത്ത് IT ആൻഡ് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻ ടെക്നോളജി, അത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹെഡില്, അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട്
ആ ഒരു റിപ്പോർട്ട് 2011 ഇന്ത്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്താ പറയാ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാ പറയാം. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഫോർ ബിൽഡിംഗ് സേഫർ സിസ്റ്റംസ്. അതായത് ഹോസ്പിറ്റൽസിലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ് ഒക്കെ കൂടുതൽ സേഫർ ആക്കുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി അതിന്റെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, കുറച്ചും കൂടി ഒന്ന് സെക്യൂരിറ്റി കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹെൽത്ത് ഐ.ടി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത്. അത് ഇയർ അവിടെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, അത് ആരാണ് അത് പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മെഡിസിൻ ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2011-ലാണ്. ഷോർട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഹാവ് ടു ബി ഷെയർഡ് റെസ്പോൺസിബിളി. അതായത് നമുക്കറിയാം നമ്മളിപ്പോ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നു. ഹോസ്പിറ്റൽസിന്റെ ഇൻസൈഡ് തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റാളുകളിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് പ്രൊവൈഡേഴ്സ് ഓഫ് ഇൻഫർമേഷൻ മറ്റാളുകൾ നമുക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഹാവ് ടു ബി സേഫ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ്. ഇത് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോഴും അത് ഉത്തരവാദിത്വത്തോടെ ഷെയർ ചെയ്യുന്നു. ഈ ഇന്ന സാധനം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് എ പേഷ്യന്റ് അത് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം എന്റേതാണ്. കാരണം അത് ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരിലേക്കോ വേണ്ടാത്ത ആളുകളിലേക്കോ പോകാതിരിക്കണമെന്നും ഞാൻ തന്നെ അത് മനസ്സിലാക്കണം. ആരാണോ അത് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നവരും. ഇപ്പൊ പുറത്തുനിന്നാണെങ്കിലും പുറത്തുനിന്ന് ഇൻഫർമേഷൻസ് ആണെങ്കിലും വെണ്ടർ ഹു പ്രൊവൈഡ്സ് ദാറ്റ് ഇൻഫർമേഷൻ അത് സെല് ചെയ്യുന്ന അത്തരം ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അത് ഷെയർ ചെയ്യണം. അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയായിരിക്കും. അപ്പൊ അത് ആ ഉത്തരവാദിത്ത ബോധ്യം, ആ റെസ്പോൺസിബിലിറ്റിയുടെ ആ ഒരു മൈൻഡ് ആളുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഐ.ടി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സംഭവം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2011. അത് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കാര്യങ്ങൾ സേഫ്റ്റിയും യൂസബിലിറ്റിയും പിന്നെ അതിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ അവര് ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും ഇല്ലാതാക്കുവാനും ആണ് എന്താ പറയാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഹെൽത്ത് ഐ.ടി ആൻഡ് സേഫ്റ്റി മനസ്സിലായോ? അതിലെ ഫസ്റ്റ് സെന്റൻസ് ആണ് നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടത് കേട്ടോ. സേഫ്റ്റി വരെ. In 2011, the Institute of Medicine published a report titled Health IT and Patient Safety. Building safer system for better care ആണ് ട്ടോ. ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന് ബി ഒന്നും ക്യാപിറ്റൽ ലെറ്റർ ആവശ്യമില്ല. അതായത് സേഫർ ആയിട്ടുള്ള ഒരു ബെറ്റർ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സ്ഥാപിക്കാൻ, ഉണ്ടാക്കാൻ, ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് 2011 ഇന്ത്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പേരതാണ് ഹെൽത്ത് ഐ.ടി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ആ ബിൽഡിംഗ് അവിടെ ഫുൾ സ്റ്റോപ്പും ഇല്ല, ബി ക്യാപിറ്റൽ ലെറ്ററും ഇല്ല കേട്ടോ, ബി സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. സേഫർ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്, ആ സെന്റൻസ് ആണ് നന്നായിട്ട് പഠിക്കുന്നത്. ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, വർഷവും പഠിച്ചിട്ടുണ്ടാവും, ആര് പബ്ലിഷ് ചെയ്തു, എന്താണ് പബ്ലിഷ് ചെയ്തതെന്നും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, 3 കാര്യങ്ങളാണ്. ചിലപ്പോൾ അതിന്റെ ഇയർ ആയിരിക്കും ചോദിക്കാം, ആരാണ് അത് പബ്ലിഷ് ചെയ്തതെന്നായിരിക്കും ചോദിക്കാം, എന്ത് റിപ്പോർട്ടാണ് പബ്ലിഷ് ചെയ്തത് കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ആ ഒരു സെന്റൻസിൽ തന്നെയുണ്ട്. അടുത്ത HIS സോഫ്റ്റ്വെയർ. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവും ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും ഇച്ചിരി വേരിയേഷൻ ഉണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മീൻസ് all the informations regarding the hospital as a system. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള സിസ്റ്റം. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സിസ്റ്റം അതിന്റെ സബ് സിസ്റ്റംസ്, ഉള്ളിലുള്ള കുറെ സിസ്റ്റംസ് ഉണ്ട്. മീൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ റിപ്പോർട്ടുകളുണ്ട്, അതിൻ്റെതായ റെക്കോർഡുകളുണ്ട്. മനസ്സിലായോ? Hospital is the system and the departments and any other areas of hospital is regarded as അതിനെ നമ്മൾ സബ് സിസ്റ്റംസ് എന്ന് വിളിക്കാം. ആ സബ് സിസ്റ്റങ്ങളെല്ലാം കൂടി കളക്റ്റീവ്ലി ആണ് നമ്മൾ ഹോസ്പിറ്റൽ ആസ് എ സിസ്റ്റം. അപ്പൊ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റത്തിലൊക്കെ ഈ ഹെൽത്ത് മാനേജ്മെന്റ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് ഇൻഫർമേഷൻസ് നമ്മുടെ HISന്റെ ഒരു എലമെന്റ് ആണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഘടകം ആണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലേ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങളല്ലേ, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വലിയ സിസ്റ്റം, അതിനകത്ത് ഹെൽത്ത് മാനേജ് ചെയ്ത് ആരുടെ ഹെൽത്ത്? പബ്ലിക്കിന്റെ, പൊതുജനങ്ങളുടെ, മനുഷ്യന്മാരുടെ ആരോഗ്യത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് റെക്കോർഡുകൾ മറ്റൊക്കെ വരും. അത് ഇൻഫോർമേഷൻസ് ആയിട്ട് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. ആഫ്റ്റർ യൂസ് അല്ലെ ഫ്യൂച്ചർ യൂസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ
അല്ലെ, പിന്നെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ കുറിച്ച് അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാൻ അവരുടെ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് ഓൾ സച്ച് തിങ്സ്. അപ്പൊ ഇതെല്ലാം തന്നെ ആ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം വരിക. അപ്പൊ അതിനകത്ത് അഡ്മിനിസ്ട്രേഷണൽ നീഡ്സ് ഉണ്ട്, മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മോണിറ്ററിംഗ് അല്ലെ, ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ട്. സോ HIS എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് ഇൻഫോർമേഷൻ സിസ്റ്റമാണ്, സമഗ്രമായതാണ്, ഒരുപാട് ഏരിയാസിനെ കവർ ചെയ്ത് എല്ലാം കൂടിയും കൂടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം ആയിട്ടാണ് എന്ത് വരാ നമ്മുടെ HIS, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. നമ്മൾ ഡിപ്ലോമയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ അല്ലെ. HIS ഒക്കെ ഒരുപാട് പഠിച്ചത് ഡിപ്ലോമയിലാണ്. പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, അങ്ങനെ ഒരു ചാപ്റ്റർ പഠിച്ചില്ലേ? ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽസിന്റെ മെഡിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്, ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ്, എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ HIS. ഇതെല്ലാം കൂടി ഒരുമിച്ച് സമഗ്രമായി നമ്മൾ പറയുന്ന പേരാണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നും പറയാം, അതിനെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നും പറയാം. മനസ്സിലായപ്പോ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ആസ് എ ഹോൾ മൊത്തത്തില് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് ഓൾസോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗം മാത്രമാണ് ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം, മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇതൊക്കെ ഉള്ളിലുള്ള കുറെ എലമെന്റുകളാണ്. ഈ എലമെന്റുകളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റമോ എന്നൊക്കെ നമ്മൾ വിളിക്കാം. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് മനസ്സിലായി? HIS. അപ്പൊ ഇതിൽ അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് പറയാം. എ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ് ആൻ എലമെന്റ് ഓഫ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ദാറ്റ് ഫോക്കസ് മെയിൻലി ഓൺ അഡ്മിനിസ്ട്രേഷണൽ നീഡ്സ് ഓഫ് ഹോസ്പിറ്റൽ. എല്ലാ തരത്തിലുള്ള എന്താ പറയാ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ഇൻഫോർമേഷൻസ് ആണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വരാം. ഓക്കെ. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് HIS is a comprehensive integrated information system designed to manage all the aspects of hospital operation such as medical, administrative, financial and legal issues and the corresponding process of service. അവിടെ വരെ അടുത്ത സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. അതായത് പാരഗ്രാഫ് ഫുൾ ഇമ്പോർട്ടന്റ് ആണ്. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിന് മറ്റു പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നും. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പോ ഇത് പ്രൊവൈഡ്സ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ അപ്പൊ എന്താ ഉള്ളത്? ഇൻഫോർമേഷൻ റിഗാർഡിങ് എവറിത്തിങ് അല്ലെ. ഹോസ്പിറ്റൽസിൽ ഓരോ പേഷ്യൻസിനും അതുപോലെ തന്നെ പേഷ്യൻസിന് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതും അതല്ലാതെയുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. സോ ഇറ്റ്സ് എ കോമൺ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. HIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായ കുറെ ഇൻഫോർമേഷന്റെ സ്രോതസ്. അത് തന്നെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ തിരക്കിയാൽ മതി. പാസ്വേഡ് അടിച്ച് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് വാട്ട് യു ആർ ഇന്റൻഡിങ്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരം കാര്യങ്ങൾ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാം അവിടെ ഉണ്ട്. HIS ഉണ്ട്. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം മീൻസ് ഇൻഫോർമേഷൻ റിഗാർഡിങ് എവറിത്തിങ് ഇൻ എ ഹോസ്പിറ്റൽ. സോ അതൊരു സ്രോതസ്സാണ്, ഇൻഫോർമേഷൻസിന്റെ ഒരു ഉറവിടമാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കെപ്റ്റ് ആസ് എ സെക്യൂർ പ്ലേസ്. നമുക്ക് ഇൻഫോർമേഷൻ സിസ്റ്റം അതായത് നമ്മുടെ IT ഉപയോഗിച്ച് നമുക്ക് അതിനെ സെക്യൂർ ആയിട്ട് സേഫ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് നമ്മളുടേതായ രീതിയിൽ ക്യാൻ ബി കൺട്രോൾഡ്. നമ്മുടെ ഇൻഫോർമേഷൻ ആണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ കൈകളിലൂടെ നമുക്ക് അതിനെ നിയന്ത്രിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് നോക്കി ഒരുപാട് മേഖലകൾ പറയുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് മാത്രം. പേഷ്യന്റ് ലാബോറട്ടറി ടെസ്റ്റുകൾ, പേഷ്യന്റിന്റെ ലാബ് ടെസ്റ്റുകൾ നടത്തുന്നതിന്റെ റിപ്പോർട്ട്, ഇൻഫോർമേഷൻ അതായത് അതിനകത്ത് വരുമ്പോ എക്സ്റേ വരാം, സ്കാനിങ് വരാം. അത് ക്യാൻ ബി റീച്ച്ഡ് ടു എനി പ്രൊഫഷണൽസ് ഓർ എനി പേഴ്സൺ. അത് ആർക്കൊക്കെയാണോ കൈമാറേണ്ടത് അത് അവരുടെ കൈകളിലേക്ക് എത്തണം. ലാബിൽ നടത്തുന്ന ടെസ്റ്റ് അതിന്റെ റിസൾട്ട് ക്യാൻ ബി പ്രൊവൈഡഡ് ത്രൂ കമ്പ്യൂട്ടേഴ്സ്. IT ഉപയോഗിച്ച് നമുക്ക് ഇത് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാം. ഒരാളിങ്ങനെ ഇതിന്റെ ഹാർഡ് കോപ്പിയും കൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു. IT അത്രയും അധികം എന്ത് ചെയ്തു, ഡെവലപ്ഡ് ആയി. ആൻഡ് നമുക്ക് ഇന്റർനെറ്റ് സൗകര്യം കൂടി വന്നു കഴിഞ്ഞപ്പോ കുറച്ചുകൂടി
ഒരുപാട് ദൂരങ്ങളിലേക്കൊക്കെ നമുക്ക് കാര്യങ്ങൾ സെൻഡ് ചെയ്യാനൊക്കെ എന്താ പറയാ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, സോ എപ്പോഴും ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്നവര് they can also use portable devices, കൊണ്ടെടുക്കാൻ പറ്റുന്ന ചെറിയ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകൾ, ടാബ്ലറ്റ്, കമ്പ്യൂട്ടേഴ്സ്, അതൊക്കെ എപ്പോഴും അവർക്ക് കൊണ്ടുനടന്ന് അവരെവിടെ പോകുന്നു ആ സൗകര്യമുള്ള സ്ഥലത്ത് അവരുടെ എവിടെയായിരിക്കുന്നു ആ സ്ഥലത്ത് വെച്ചിട്ട് അവർക്ക് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനിവർ, എവിടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടെടുക്കാം. നമ്മുടെ ബെഡ് സൈഡിൽ എപ്പോഴും നമുക്ക് ഈ ഒരു കാര്യം ഉണ്ടായിരിക്കാം. അപ്പോ നമ്മൾക്ക് അതായത് റിസിപ്പിയന്റിനും ആരാണോ ഇൻഫർമേഷൻ സ്വീകരിക്കും, ഇപ്പൊ ഞാനിപ്പോ ഒരു എന്തെങ്കിലും രോഗത്തിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് കുറച്ച് ദിവസം അഡ്മിറ്റഡ് ആയി വന്നു കഴിഞ്ഞു, ഹോസ്പിറ്റൽസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ ചെന്നു. അപ്പൊ ഡോക്ടേഴ്സിന്റെ സജഷൻസും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. ആൻഡ് ഇഫ് ഐ ഹാവ് എനി ഡൗട്ട്, എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള ആ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സൗകര്യം ഉപയോഗിച്ച് മൊബൈൽ ഫോണുകളായിക്കോട്ടെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അവരോട് കാര്യങ്ങൾ നേരിട്ട് വേണമെങ്കിൽ ചാറ്റ് ചെയ്ത് സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾക്ക് ഒരു എന്താ പറയാ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പൊ അത് എപ്പോഴും നമ്മളുടെ ഒരു ബെഡ് സൈഡിൽ ഇപ്പൊ രോഗികളായിട്ട് സ്ഥിരം ബെഡ്രിഡനായിട്ടൊക്കെ കിടക്കുന്നവർക്കൊക്കെ അത്തരം എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കേണ്ട അതൊക്കെ അങ്ങനെ കയ്യിൽ വെക്കാം. അത് ആ ഒരു സൗകര്യം പറഞ്ഞിരിക്കുന്നതാണ്. പോർട്ടബിൾ ഡിവൈസസ് നമുക്ക് ഇതുപോലെയുള്ളത് ഇൻഫർമേഷൻസ് എപ്പോ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കിട്ടാനോ കൊടുക്കാനോ എന്ത് ചെയ്യാം, ബെഡ് സൈഡിൽ ഇങ്ങനത്തെയുള്ള ടാബ്ലറ്റ്സ്, കമ്പ്യൂട്ടേഴ്സോ അതുപോലെ മൊബൈൽ ഫോണുകളോ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായോ? നോ റിപ്ലൈ? ഓക്കെ, അപ്പോ ഇവിടെ അണ്ടർലൈൻ ചെയ്യണത് പറഞ്ഞുതരാം. ഒന്നാമത്തെ HIS പ്രൊവൈഡ്സ്, അത് ഇന്റേണൽ അകത്തും പുറത്തേക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. HIS പ്രൊവൈഡ്സ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എമംഗ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നും അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് പോർട്ടബിൾ ഡിവൈസസ്, ഇന്റേണലും എക്സ്റ്റേണലും കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇതുപോലെയുള്ള ചില ഉപാധികൾ വേണം. ഏത് പോർട്ടബിൾ ആയിട്ടുള്ള കൊണ്ടെടുക്കാൻ പറ്റുന്ന സൗകര്യത്തിന് എവിടെ നിന്നെങ്കിലും. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് നമുക്ക് ഫോൺ ചെയ്ത് പറയാൻ പറ്റുള്ളൂ. STD കോളുകളും ISD കോളുകളൊക്കെ നമുക്ക് അവിടെ എത്തി അങ്ങനെ പറയാനേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ എവിടെയാണ്, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോസ് വരെ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കാണിക്കാം അല്ലെ. നമുക്ക് ഫേസ് ടു ഫേസ് ആയിരിക്കുന്ന സ്ഥലം എവിടെയാണോ അതിനുള്ള സൗകര്യത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ ആ രീതിയിലുള്ള ഡിവൈസസ് ഉപയോഗിച്ച് എപ്പോ വേണമെങ്കിലും നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് HISന്റെ പ്രത്യേകത. ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആൻഡ് ഇന്ന് ഒരുപാട് HIS ഉപയോഗിച്ച് ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്. ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഓരോ മേഖലകളിലും ഹോസ്പിറ്റൽസിനകത്ത്. ഫോർ എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ലാബിലെ പല ഇൻഫർമേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാൻ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം LIS എന്നാണ്. അത് എനിക്ക് തോന്നുന്നത് എന്താ പറ്റിയെന്ന് അറിയില്ല, ഇങ്ങനെ ജമ്പിൾഡ് ആയി പോയി. LIS എന്നാണ്. നിങ്ങളുടെ ഇതിനകത്ത് കറക്റ്റ് ആണോ എന്ന് നോക്കിയേക്കാം. ഈ ഷോർട്ട് ഫോമിലെ ബ്രാക്കറ്റിനകത്ത് ഇതിന്റെ LIS എന്നാക്കണോട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ LIS ആണ്. ഫസ്റ്റ് ബിഗിനിങ് ലെറ്റേഴ്സ് ആണ് LIS. അവിടെ IJS എന്നെങ്ങാണ്ടോ കിടക്കുന്നത്, അത് പ്രിന്റിംഗിൽ വന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കണം. ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യണം. നിങ്ങളുടെ പുസ്തകത്തിൽ കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ബുക്കോ മെറ്റീരിയൽ ആണോ അതിൽ കറക്റ്റ് ആണെങ്കിൽ നോ പ്രോബ്ലം. എന്റെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഇതിനകത്താണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ ശരിക്കും നിങ്ങൾക്ക്? ഇവിടെ ഷെയർ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് വിസിബിൾ ആണോ? ഇനി ഇത് ബോൾഡ് ആക്കണോ, അക്ഷരം വലുതാക്കണോന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും കാണാൻ പറ്റില്ലേ? യെസ്. അടുത്തത് ഓക്കെ, അടുത്തത് എന്താ? പോളിസി പ്രൊസീജിയർ. അതായത് പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സും പോളിസീസ് ഒക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതിന്റെ മാനേജ് ചെയ്ത അങ്ങനത്തെ സിസ്റ്റം എല്ലാത്തിനും പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് അത്രേ ഉള്ളൂ. അത്രേ നമ്മൾ വിചാരിച്ചാൽ മതി. ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽസിലെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുക? ആലോചിച്ച് നോക്കിയേ. അല്ലല്ലോ. ഒരു ഹോസ്പിറ്റൽസില് ഏതൊക്കെ തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ആ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എല്ലാ തരത്തിലുള്ള എല്ലായിടത്തെയും സോഫ്റ്റ്വെയർസ് നമുക്ക് അതിനകത്ത്
എന്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പൊ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും പർപ്പസ്, നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നു, അപ്പൊ അതിൻ്റെതായ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെ. എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് ആ പർപ്പസിലേക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പൊ അല്ലാതെ എല്ലാ കമ്പ്യൂട്ടറും നമുക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ വെറുതെ ഒരു ഇലക്ട്രോണിക് ഒരു മെഷീൻ മാത്രമാണിത്. ഇതിനകത്ത് നമ്മൾ ഓരോ നമ്മളുടെ എന്താ പറയാ നീഡ്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഓരോ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നു. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും പർപ്പസിനാണെങ്കിൽ അങ്ങനെ, ഓൺലൈൻ ബിസിനസ്സുകൾ നടത്തുന്ന എന്തെങ്കിലും തുണിക്കടയോ മറ്റു കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് നടത്തുന്ന ആളുകൾക്ക് അവരുടേതായ ആ രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ഓരോന്നിനും. അപ്പൊ ഹോസ്പിറ്റൽസിലും ഓരോ രീതിയിലുള്ളതുണ്ട്. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിനുള്ള സിസ്റ്റം ഉണ്ട്, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് റേഡിയോളജി ഒക്കെ നടത്തി കഴിയുമ്പോൾ നമ്മുടെ പിക്ചേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെൻഡ് ചെയ്ത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ ഉണ്ട്. അപ്പൊ ഇത് കുറച്ചെണ്ണത്തിന്റെ എക്സാമ്പിൾസ് പറഞ്ഞേക്കാ. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില സോഫ്റ്റ്വെയർസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, പോളിസി ആൻഡ് പ്രൊസീജിയർ മാനേജ്മെന്റ് സിസ്റ്റം, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം, പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആയോ? ആ 4 എക്സാമ്പിൾസ് ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം കേട്ടോ. 4 ടിക്കറ്റ് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് എന്താന്ന് നോക്കാം നമുക്ക്. ബെനിഫിറ്റ്സ് ഓഫ് HIS. എന്തൊക്കെയാണ് ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്? എന്ത് നേട്ടമാണ് ഇങ്ങനെ ഈ ഇൻഫർമേഷൻ സിസ്റ്റം ഇങ്ങനെ സേവ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമുള്ളത്? അതിന്റെ ഗുണങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ആ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ മുഴുവൻ ഭാഗമൊന്നും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന ഭാഗം മാത്രം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറയുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ എന്താണ്, എഫിഷ്യന്റ് ആൻഡ് അക്യുറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസ്. ഹോസ്പിറ്റൽസിന്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ എല്ലാ മാനേജ്മെന്റും വരും. അവരുടെ എന്താ പറയാ ഭരണപരമായ കാര്യങ്ങൾ, ഹോസ്പിറ്റൽസിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു, അതിന്റെ അക്യുറസി എന്ന് വെച്ചാൽ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് ഫിനാൻസ് കാര്യമായിക്കോട്ടെ, ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന അവരുടെ ട്രീറ്റ്മെന്റോ ഡയറ്റോ, അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ മെഷീൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ, മെഡിക്കൽ എയ്ഡ്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ everything ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യണം. ഇതൊക്കെ കൃത്യമായി എഫിഷ്യന്റായി മാനേജ് ചെയ്യാനായിട്ട് എന്ത് വേണം, നമ്മുടെ HIS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കാരണം എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഈ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഫ്രം ടൈം ടു ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ എഫിഷ്യന്റ് ആണോ, ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കിട്ടുന്നുണ്ടോ, അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നുണ്ടോ, എവറിഥിങ് ഇതെല്ലാം ഇതിനൊക്കെ നമുക്കൊരു എന്താ പറയാ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ആൻഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എഫിഷ്യന്റ് ആയാൽ, എഫിഷ്യന്റ്ലി അത് വർക്കിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽസിന്റെ ഗ്രോത്തിനാണ് അത് കാരണമാകുക അല്ലെ. നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ്, ഈ ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരും അല്ലെ. ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. കസ്റ്റമേഴ്സിനോടുള്ള ബിഹേവിയർ അല്ലെ, അവിടുത്തെ സ്റ്റാഫുകളുടെ ഇതിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനും. അപ്പൊ ഏത് മേഖലയാണോ ഡൗൺ ആയി കിടക്കുന്നത് അതിനൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും, അങ്ങനെ ലാസ്റ്റ്ലി നമുക്ക് ഹോസ്പിറ്റലിന്റെ ഗ്രോത്തിന് കാരണമാകുന്ന പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊരു ബെനിഫിറ്റ് ആണ് ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ. നെക്സ്റ്റ് വൺ, ഇംപ്രൂവ്ഡ് മോണിറ്ററിംഗ്. എന്ന് വെച്ചാൽ മോണിറ്ററിംഗ് എന്താ, ടു ഒബ്സർവ് ആൻഡ് ടു സൂപ്പർവൈസ് അവിടെയുള്ള കാര്യങ്ങൾ. ഹോസ്പിറ്റൽസില് പല രീതിയിൽ ഇപ്പൊ നമ്മള് മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട് രോഗികൾക്ക്, ആ ഡ്രഗ്സിനൊക്കെ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ, റിവേഴ്സ് ആക്ഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും റിയാക്ഷൻസ് ഉള്ള മരുന്നുകളാണോ കൊടുത്തത്. സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ നോക്കി, അങ്ങനെയാണെങ്കിൽ അത്തരം മരുന്നുകളൊക്കെ മാറ്റി നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാനും, അങ്ങനെ എന്താ പറയാ ഫാർമസ്യൂട്ടിക്കൽ യൂട്ടിലൈസേഷൻ, മരുന്നുകളുടെ ഉപയോഗമൊക്കെ നമുക്ക് കൃത്യത അതിനകത്തൊക്കെ നല്ല എന്താ പറയാ എഫക്റ്റീവ്നെസ് ഒക്കെ കൊണ്ടുവരാനും സാധിക്കും. ഇപ്പൊ മരുന്നുകൾ കൊടുക്കുമ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചൊക്കെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ നോക്കുക. കൊടുത്ത മരുന്നുകളൊക്കെ എല്ലാ പേഷ്യൻസിനും ഓക്കെ ആയിരുന്നു, അവിടെ അഡ്വേഴ്സ് ഇഫക്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ ഡ്രഗ് എന്താ പറയാ ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടായി, ആളുകൾക്ക് എന്തെങ്കിലും അലർജീസും മറ്റു പ്രോബ്ലം വന്നു, അങ്ങനെയാണെങ്കിൽ അത്തരം മെഡിസിൻസിനെ കുറിച്ചൊരു പഠനമൊക്കെ നടത്തി അങ്ങനെയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യേണ്ടതാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ല എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും മാത്രമേ ഉള്ളൂങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ 2 മെഡിസിൻസ് അങ്ങനെ കൂടുതൽ കൂട്ടി
ഒരുമിച്ച് കൊടുത്തത് കൊണ്ടാ ഇന്ന മരുന്നിന്റെ കൂടെ മറ്റു കൊടുത്തിട്ടാ അങ്ങനെ ഉണ്ടായേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനും അതിനെന്തെങ്കിലുമൊക്കെ പോംവഴികൾ കണ്ടെത്താനൊക്കെ പറ്റും. അതൊക്കെയാണ് കുട്ടികൾക്കൊക്കെ പരിശോധിച്ചാലേ മനസ്സിലാകുള്ളൂ. അപ്പൊ അത് ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്ട്രുമെന്റുകളും മെഡിസിൻസും ഒക്കെ ഹൗ ടു യൂസ്, അതിന്റെ യൂട്ടിലൈസേഷൻ കൃത്യത വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് മറ്റൊരു ഹെൽപ്പാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ. നെക്സ്റ്റ് വൺ, ഇംപ്രൂവ്സ് ഇൻഫർമേഷൻ ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഏകോപിപ്പിക്കലാണ്. അതായത് സമഗ്രമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റൽസിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള എറേഴ്സ്, ട്രാൻസ്ക്രിപ്ഷൻ എറേഴ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ ഇങ്ങനെ മാറ്റിയൊക്കെ എഴുതുമ്പോ, അതായത് അങ്ങനെയുള്ളത്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ഒക്കെ, ഒരു എൻട്രി എഴുതി അതിന്റെ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി എഴുതി, അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വരും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റിംഗ് എറേഴ്സും അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ എറേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഇതുപോലുള്ള ഇൻഫർമേഷൻ സിസ്റ്റം തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസി to use and also it eliminates different types of errors which is caused by handwritten. നമ്മളിങ്ങനെ കൈകൊണ്ടൊക്കെ എഴുതുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ. മാത്രമല്ല അത് ഈസി ടു ഹാൻഡിൽ ആണ്, പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമൊക്കെയാണ്. കാരണം ന്യൂ ടെക്നോളജീസ്, കമ്പ്യൂട്ടർ സിസ്റ്റം പോലെയുള്ള പുതിയ ടെക്നോളജീസ് എന്താ പറയാ, നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒറ്റ ക്ലിക്കിലൊക്കെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു ക്ലിക്കോ ഒരു എന്താ പറയാ മൗസ് മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ടൈപ്പിങ്ങോ മാത്രം മതി നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ അത് പല റെക്കോർഡ്സ് ചെയ്യുന്ന അങ്ങോട്ട് പകർത്തി ഇങ്ങോട്ട് പകർത്തി there may be chance of discrepancies, പലതരത്തിലുള്ള എന്താ പറയാ ഇതുപോലെയുള്ള തെറ്റുകളൊക്കെ നുഴഞ്ഞു കയറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഇഫക്റ്റീവ് ആയിട്ട് ഹെൽത്ത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താ പറയാ ഇറ്റ്സ് നീഡഡ്. ഒരു എല്ലാ ഹോസ്പിറ്റൽസിലും അത് ആവശ്യമാണ്. ഇറ്റ് ഇംപ്രൂവ്സ് ഓർ ഇറ്റ് ഡെവലപ്സ് ഓർ എൻഹാൻസ് ദ എബിലിറ്റി ടു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന്റെ ഒക്കെ എന്താ പറയാ അവരുടെ കാര്യക്ഷമത, അവരുടെ കഴിവൊക്കെ വർദ്ധിപ്പിക്കാനും കെയർ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ, അതുപോലെ തന്നെ ഈ എന്താ പറയാ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനൊക്കെ ഹെൽത്ത് ഇൻഫർമേഷൻ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എല്ലാ ഹോസ്പിറ്റൽസിലും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്ത്. ഓക്കെ, മനസ്സിലായോ? 4 പോയിന്റ്. ഇനി ഞാൻ പറയുന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എഫിഷ്യന്റ് ആൻഡ് അക്യുറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസ്, ഡയറ്റ് പ്ലാൻ, എഫിഷ്യന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കൽ എയ്ഡ്. അതൊന്നാമത്തെ പോയിന്റ്. എന്താണ് HIS കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാന്ന് മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇതിനൊക്കെ സഹായിക്കുന്നത്, എന്താണ് അതിന്റെ നേട്ടം? ഒന്നാമത്തെ പോയിന്റ് ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. പിന്നെ improved monitoring of drug usage and studying effectiveness lead to reduction in adverse drug interactions. അത്ര മതി കേട്ടോ. ഡ്രഗ് ഇന്ററാക്ഷൻസ് എന്താ പറയാ ഉണ്ടെങ്കിൽ അതിനെ ഒരു പരിധി വരെ പരമാവധി കുറയ്ക്കാനും ഡ്രഗ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും HIS ഉണ്ടെങ്കിൽ. അത് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മോണിറ്റർ ചെയ്താൽ. അടുത്തതിൽ ഇംപ്രൂവ്സ് ഇൻഫർമേഷൻ ഇന്റഗ്രിറ്റി ആൻഡ് മിനിമൈസസ് ട്രാൻസ്ക്രിപ്ഷൻ എറേഴ്സ് ആൻഡ് അത് മതി. ട്രാൻസ്ക്രിപ്ഷൻ എറേഴ്സ് വരെ മതി കേട്ടോ. ലാസ്റ്റ് സെന്റൻസിലും ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ തുടങ്ങി ഹാൻഡ് റൈറ്റിംഗ് വരെ മതി കേട്ടോ. ഈസ് ഈസി ടു യൂസ് ആൻഡ് എലിമിനേറ്റ്സ് എറേഴ്സ് കോസ്ഡ് ബൈ ഹാൻഡ് റൈറ്റിംഗ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം തന്നെ, അതും ഇതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് ട്രാൻസാക്ഷൻസ് മേ occur in business in every business organization and also in hospitals. നമുക്കറിയാം ഒരു ദിവസത്തില് എത്ര ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇവിടെ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുക.
അപ്പൊ പല തരത്തിലുള്ള ട്രാൻസാക്ഷൻസും പല ഡിപ്പാർട്ട്മെന്റുകളിലും ഡെയിലി എത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം, എല്ലാം ഷുഡ് ബി റെക്കോർഡഡ് അല്ലെ, റെക്കോർഡിൽ വരണം. റെക്കോർഡിക്കലി ഇതെല്ലാം നമുക്ക് സേവ് ചെയ്താൽ മാത്രമാണ് ഹോസ്പിറ്റൽസിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിനും ആൻഡ് അറ്റ് ലാസ്റ്റ് ആ ഹോസ്പിറ്റലിലെ എന്താണ് അവർ ഉദ്ദേശിക്കുന്ന ഗോൾ, അവരുടെ ലക്ഷ്യം, ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തില്, മരുന്നിന്റെ കാര്യത്തില്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പരമായ കാര്യത്തില്, എവറിത്തിങ് എല്ലാത്തിലും ഓരോ ദിവസം എത്ര ട്രാൻസാക്ഷൻ, നമ്മൾ നമ്മുടെ മാത്രം കാര്യം ആലോചിച്ചാൽ മതി. എന്നെ പോലെ അപ്പൊ എത്ര രോഗികൾ അവിടെ വരുന്നു, ആ രോഗികളെ ഡോക്ടറെ കാണുന്നു, ചീട്ട് എഴുതുന്നു, ഡോക്ടറെ കാണുന്നു, ഏതെങ്കിലും ടെസ്റ്റ് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു, ഫാർമസി പോകുന്നു, ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത്, ഡ്രസ്സിംഗ് ആണെങ്കിൽ അത്, പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം. ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ കയറി നടക്കണ്ടേ. അത് ഒരു രോഗിക്കാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ പോയി കയറിയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കൂടി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവര് പരമാവധി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. അപ്പൊ ഒരാൾക്ക് ഇങ്ങനെയാണെങ്കിൽ എത്ര ആളുകൾ ആ രോഗികളായിട്ട് ഓരോ ദിവസവും ഹോസ്പിറ്റൽസിൽ വരുന്നത്. സോ ദാറ്റ് ദർ വിൽ ബി എ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ഡെയിലി ആക്ടിവിറ്റീസ്. ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്നുണ്ട് അല്ലെ. സാലറി, ഇനി അതും പോരാ, അതൊക്കെ രോഗികളുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അത് കൂടാതെയോ ലോട്ട് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്, പ്രൊഫഷണൽസ്, ജോലിക്കാരും ഒരുപാടുണ്ട് അവിടെ. സ്റ്റാഫുകളായിട്ടും മറ്റു ജോലിക്കാരൊക്കെ ആയിട്ട് അവരുടെ സാലറി തയ്യാറാക്കണം, സാലറി ഷീറ്റ് തയ്യാറാക്കണം, എത്രയൊക്കെയാണ് സാലറി പേയ്മെന്റുകള്, പിന്നെ സെയിൽസ് എന്ന് പറയുമ്പോ അവിടുത്തെ മെഡിസിൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ തയ്യാറാക്കണം. ഇതിന്റെയൊക്കെ എസ്റ്റിമേഷൻസ് ഉണ്ടാക്കണം. പുതിയ ഇനി മെഡിസിൻസ് കൊണ്ടുവരണമെങ്കിൽ അതിനൊരു എസ്റ്റിമേഷൻ തയ്യാറാക്കണം. പുതിയ വേക്കൻസീസ് വന്നേക്കാണ്, അപ്പൊ അവിടെയൊക്കെ പുതിയ എന്താ പറയാ സ്റ്റാഫിനെ കൊണ്ടുവരണം, നഴ്സസിനെ ഒക്കെ. അപ്പൊ അവിടെ അതിന്റെ ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കണം അല്ലെ. ഇനി അടുത്ത മാസം ഇത്ര സാലറി കൊടുക്കാൻ അതിന്റെ എസ്റ്റിമേഷൻ തയ്യാറാക്കണം. എപ്പോഴത്തേക്കും അപ്പൊ നേരത്തെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി നമുക്ക് നേരത്തെ കൂട്ടി പല ഇൻഫർമേഷൻസും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് എക്സ്പീരിയൻസ്. അപ്പൊ അതൊക്കെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നാണ്. കഴിഞ്ഞ ഡാറ്റയൊക്കെ നോക്കും, ഇത്ര കഴിഞ്ഞ മാസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു, സോ ഈ മാസത്തെ അതിങ്ങനെയാണ്. ഫ്യൂച്ചറിലേക്ക് പ്ലാനും ചെയ്യാം. അപ്പൊ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇതിനെല്ലാം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അത് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കമ്പ്യൂട്ടേഴ്സ് ആർ റിയലി ഇറ്റ്സ് എ യൂസ്ഫുൾ ഇലക്ട്രോണിക് മെഷീൻ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും പ്രോസസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് ഹെൽത്ത്, ആരോഗ്യപരമായ കാര്യത്തിൽ നിലവാരം കൊണ്ടുവരാൻ അല്ലെ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒരു നിലവാരത്തിൽ അങ്ങോട്ട് പോകാൻ അല്ലെ, ഒരു ആവറേജ് അതിന്റെ താഴേക്കൊക്കെ പോകാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ. ഡാറ്റ പ്രോസസ്സിംഗ് ആയിക്കോട്ടെ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യമായിട്ട്, വട്ടവർ ഇറ്റ് മേ ബി അല്ലെ, എന്തൊക്കെയാണോ അതിനകത്തുള്ളത് അതെല്ലാം കൃത്യമായിട്ട് നടക്കണം. എങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ആർ എന്താ പറയാ, നമുക്ക് ഒളിച്ചുകൂടാൻ പറ്റാത്തൊരു എന്താ പറയാ ഒരു ഡിവൈസ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു യുഗത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സോ ആൻഡ് ഓൾസോ ഫോർ ഡിസിഷൻ മേക്കിംഗ് വി ഹാവ് ടു പ്ലാൻ ഫ്യൂച്ചർ. ഭാവിയെ കുറിച്ച് ചിന്തിക്കണം, ഭാവിയെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യണം. ഭാവിയിൽ നമ്മൾ വട്ടവർ ഡെവലപ്മെന്റ്സ് ആർ ബ്രിങ്ങിങ്, നമ്മൾ എന്താണ് നമ്മളുടെ ഫോർകാസ്റ്റിംഗിൽ ഉള്ളത്, നമുക്ക് ഏത് മേഖല, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവരാം, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കുറച്ച് താഴെ പോയി കിടക്കുന്നത്, അവിടെ എന്ത് വികസനം കൊണ്ടുവരാൻ പറ്റും, അവിടെ വാട്ട് ടൈപ്പ് ഓഫ് ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് അല്ലെ, ഏത് ടെക്നോളജി ഉപയോഗിക്കണം, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളെ കുറിച്ച് ഡിസിഷൻ മേക്കിങ്ങിനും ഈ പറയുന്ന ഇൻഫർമേഷൻ നമുക്ക് വേണം. ഇൻഫർമേഷൻസ് ഇങ്ങനെ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുമ്പോൾ എന്തായി, അത് ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അത് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത്. ഹ്യൂമൻ എന്ന് പറയുന്ന എന്താ പറയാ മനുഷ്യന്മാര് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ, മനുഷ്യന്റെ സഹായത്തോടെ മാത്രം പ്രവർത്തിപ്പിക്കുന്ന ഒരു മെഷീൻ കൂടിയാണ്. ഇറ്റ് വിൽ സപ്പോർട്ട് ദ ഫങ്ഷനിങ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിന്റെ പല രീതിയിലുള്ള ഫങ്ഷനിങ്ങിനും ഓപ്പറേഷൻസിനും ആൻഡ് അറ്റ് ലാസ്റ്റ് ഡിസിഷൻ മേക്കിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ദാറ്റ് മീൻസ് ടു മാനേജ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് പല കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്പ്യൂട്ടർ ആണ് നമുക്ക് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ ഇവിടെ ഇരിക്കുന്ന ഈ മോണിറ്റർ ഭാഗം മാത്രമുള്ളത് പറ്റൂല, അത് മാത്രം പോരാ. ഇറ്റ് ഇൻക്ലൂഡ്സ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു മാൻ വേണം. അതിന് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ സിസ്റ്റം വേണം അല്ലെ, മോണിറ്റർ,
CPU, അതുപോലെ തന്നെ ഇതൊക്കെ മദർ ബോർഡൊക്കെ, അതുപോലെ തന്നെ അതിന് സോഫ്റ്റ്വെയറും വേണം. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് ആ കമ്പ്യൂട്ടർ, അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇതെല്ലാം കൂടി എന്താണ് ചേരുമ്പോഴാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പ്രോപ്പർലി നമുക്ക് ഉപയോഗിച്ച് വി ക്യാൻ സേവ് പലതരത്തിലുള്ള ഇൻഫർമേഷൻ സേവ് ചെയ്ത് ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്, ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗം പറയാം. Computers are useful ആ സെന്റൻസ് ആണ്. നാലാമത്തെ വരി കിടക്കുന്നുണ്ട്. Are useful for data processing tasks. അത്രയും ഭാഗം അണ്ടർലൈൻ ചെയ്യാം. പിന്നെ it is a processing system information that applies skills for management and for decision making. അത് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ അടുത്ത സെന്റൻസും എ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എ ടേം നോൺ കോമൺലി നോൺ ടു പീപ്പിൾ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പറയുന്നത്. ഇസ് എ ഹ്യൂമൻ മെഷീൻ സിസ്റ്റം ഇന്റഗ്രേറ്റഡ്. മനുഷ്യനും മെഷീനും കൂടി ഒരുമിച്ചുള്ള ഒരു സമഗ്രമായ ഒരു സിസ്റ്റമാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മനുഷ്യനാണ് മാനേജ് ചെയ്യേണ്ടത്. ഇത് മാത്രം അങ്ങോട്ട് നമ്മൾ കുറെ സോഫ്റ്റ്വെയർ കൊണ്ടത് ഇൻസ്റ്റാൾ ചെയ്തു, ഒരു ഹാർഡ്വെയർ ആയിട്ടുള്ള മോണിറ്ററും CPU ഒക്കെ കൊണ്ടു വെച്ചാല് ഇറ്റ് വിൽ നോട്ട് ഫങ്ഷൻ. നമുക്കറിയാലോ, മനുഷ്യനും ഈ എന്താ പറയാ കമ്പ്യൂട്ടർ തമ്മിലുള്ള ഒരു ഇത് അത് മാനേജ് ചെയ്യുന്നതാണ് MIS അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇന്റഗ്രേറ്റഡ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ദാറ്റ് സപ്പോർട്ട്സ് ദ ഫങ്ഷൻ, ഓപ്പറേഷൻസ്, മാനേജ്മെന്റ് ആൻഡ് റിട്രീവൽ ഡിസിഷൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഏത് ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്, ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, ഏത് ബിസിനസ് ഓർഗനൈസേഷനിലെയും പല കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ച് മനുഷ്യന്മാരും കമ്പ്യൂട്ടർ തമ്മിലുള്ള ആ ഒരു ഇന്റഗ്രേഷൻ, ആ ഒരു കോർഡിനേഷൻ, ആ സമഗ്രമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത് അതിന്റെ ആവശ്യമുള്ള സമയത്ത് ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് റിട്രീവ് ചെയ്ത് ഡാറ്റ എടുക്കാം എന്നുള്ള രീതിയിൽ ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുന്നു. അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വിളിക്കുക. അത്രയും മാത്രമാണ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളുടെ ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റുകൾ, MIS കൊണ്ടുള്ള കാര്യങ്ങൾ എന്തിനൊക്കെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, സ്ട്രെങ്തൻ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്, reduce cost and store data reliably in a digital environment, store data reliably in a digital environment. രണ്ട് പ്രാവശ്യം വന്നേക്കുന്നത് ആ മറ്റേ പോയിന്റിന്റെ കൂടെ തന്നെ കയറി പോയേക്കാണ്. നിങ്ങളുടെ ഉണ്ടോ? ഒരു പ്രാവശ്യം വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. റിഡ്യൂസ് കോസ്റ്റ് അതൊരെണ്ണം, സ്റ്റോർ ഡാറ്റ റിലയബിളി ഇൻ എ ഡിജിറ്റൽ എൻവയോൺമെന്റ് അതടുത്ത പോയിന്റ്. മറ്റേ പോയിന്റിന്റെ കൂടെയും കയറി കിടക്കുന്നുണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ്. Improve service quality, assist managers in decision making, fast data collection, speed up and simplify financial reports. Okay, അപ്പൊ ഇതൊക്കെയാണ് ഇമ്പാക്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഇമ്പാക്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കണേ. അതിന്റെ പോയിന്റുകളാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, എല്ലാ പേഷ്യൻസിനും പരമാവധി സാറ്റിസ്ഫൈഡ് ആക്കുക. അപ്പൊ ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് പല നല്ല രീതിയിൽ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നു. സ്ട്രെങ്തൻ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്, അകത്ത് തന്നെ ഹോസ്പിറ്റൽസിനകത്ത് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. ഡോക്ടറിന്റെ അടുത്തുനിന്ന് ലാബിലേക്ക്, ഡോക്ടറിന്റെ അടുത്തുനിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, ഫാർമസിയിലേക്ക് ഒരു നെറ്റ്വർക്ക് ആയിട്ട് അല്ലെ അങ്ങോട്ട് കിട്ടും. ഇനി ലാബുകാർ തന്നെ ഫാർമസിയോലോ പല കാര്യങ്ങളും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു നെറ്റ്വർക്ക് ആയിട്ട് അതങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് കോസ്റ്റ്, പലതരത്തിലുള്ള ചെലവുകളെ കുറയ്ക്കാൻ, പല ചെലവുകൾ ഉണ്ടാവും, അപ്പൊ അതൊക്കെ കുറയ്ക്കാനും പറ്റുന്നുണ്ട്. ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്റ്റോർ ഡാറ്റ റിലയബിളി ഇൻ എ ഡിജിറ്റൽ എൻവയോൺമെന്റ്, ഒരു ഡിജിറ്റൽ പശ്ചാത്തലത്തിൽ നമുക്ക് ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നു എന്നുള്ള മറ്റൊരു നേട്ടമാണ്. ഇംപ്രൂവ് സർവീസ് ക്വാളിറ്റി, സർവീസ് സേവനം കൊടുക്കുന്ന സേവനം ആർക്കായിക്കോട്ടെ, ഡോക്ടർ ഫാർമസിയിലേക്ക് ആയിക്കോട്ടെ, ഫാർമസി ലാബിലേക്ക് ആയിക്കോട്ടെ, എവിടെയാണോ, അല്ലെങ്കിൽ പേഷ്യന്റിനായിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റി പറഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതാണ് അല്ലെ. കയ്യിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ. പ്രിന്റഡ് കോപ്പി അതൊക്കെയാണ് ഇഷ്ടം അല്ലെ.
ഇപ്പൊ എന്തെങ്കിലും കാര്യം കടലാസ് കഷ്ണത്തിലൊക്കെ എഴുതി തരുമ്പോൾ നമുക്ക് ഇഷ്ടാവോ? ഇല്ല, അത് പ്രിന്റഡ് ആയിട്ട് വരുമ്പോ കണ്ടോ അതൊരു ഭംഗിയുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സർവീസ് ക്വാളിറ്റിയുടെ സർവീസ് വർദ്ധിപ്പിക്കുക, സർവീസിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു നേട്ടമാണ്. അസിസ്റ്റ് മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഈ പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മാനേജേഴ്സിനെ ഈ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ഡാറ്റ കളക്ഷൻ, ഡാറ്റ ഒക്കെ പെട്ടെന്ന് അല്ലെ, വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒക്കെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നെറ്റ്വർക്കൊക്കെ ഇന്റർനെറ്റ് സൗകര്യമൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്പീഡ് അപ്പ് ആൻഡ് സിംപ്ലിഫൈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ, പല കാര്യങ്ങളെ കുറിച്ച്. അങ്ങനത്തെ കണക്കുകളൊക്കെ സ്പീഡപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത് വളരെയധികം ലഘുവാക്കാനൊക്കെ നമ്മുടെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. MIS-ന്റെ ആണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്ന ഇമ്പാക്റ്റുകൾ. MIS-ന്റെ ഇമ്പാക്റ്റുകളും ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം, 8 പോയിന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? കേൾക്കാൻ പറ്റണല്ലേ? ഹലോ ഹലോ, ക്ലിയർ അല്ലേ? അപ്പൊ that was the end of the chapter. ചാപ്റ്റർ തീർന്നു നമ്മുടെ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? നമുക്ക് 3 മൊഡ്യൂൾസ് ആണ്, 5, 6, 7 മൊഡ്യൂൾസ് ആണ്. ഇനി നമുക്ക് അറിയാം നിങ്ങളുടെ PG-യിൽ ഉള്ള എക്സാം എന്ന് പറയുന്നത് 5ഉം 6ഉം 7ഉം ചാപ്റ്റർ മൊഡ്യൂൾസിലെ 8 ചാപ്റ്ററുകൾ ഇതാണ്. ദാറ്റ് മീൻസ് 24 ചാപ്റ്റേഴ്സ് ആണ് ആകെ ഉള്ളത്. അത്ര അധികമില്ല. 32 ചാപ്റ്റർ വെച്ച് ഞങ്ങളോടോ ടീച്ചറെ എന്നായിരിക്കും ഇപ്പൊ മനസ്സില്, അല്ലേ? അങ്ങനെയല്ലേ അല്ലേ? 32 ചാപ്റ്റർ ഞങ്ങൾ പഠിച്ച് ഡിപ്ലോമ എഴുതിയവരാണ്. ഞങ്ങളോടാണോ 24 ചാപ്റ്ററിന്റെ കണക്ക് കൊണ്ടുവരണേന്ന് മനസ്സിൽ കരുതിയോ? എന്താ ഒരു റിപ്ലൈ ഇല്ലല്ലോ, ഒരു എന്താ പറയാ മറുപടിക്ക് ഒരു താമസം, ഡിലേ ആവുന്നുണ്ടോ, ലാഗ് ഉണ്ടോ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നത്? കുറെ സമയം കഴിഞ്ഞിട്ടാണോ? പെട്ടെന്ന് ഒരു ടക്കടക്കെ മറുപടി ഇല്ല. പേടിയൊന്നും ഇല്ലല്ലോ പരീക്ഷയ്ക്കൊന്നും ആർക്കും, ലാഗും ഇല്ല. പിന്നെന്താ, നമ്മളുടെ ക്വസ്റ്റ്യൻസ് തീർന്നു. ടീച്ചർമാരെ ഇനി എന്താ പറയാ, ഇനി നമ്മൾ മിസ് ചെയ്യും. ഈ പറഞ്ഞ പോലെയുള്ള ഒച്ചയും ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നോർത്തിട്ടുള്ള സങ്കടാണോ? ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കും ഒരു വിരാമമാണ്. അതുകൊണ്ടാണോ ഒരു വിഷമം? കഴിഞ്ഞ 10 വർഷം 10 മാസമായിട്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു അല്ലെ? ഡിപ്ലോമയും കഴിഞ്ഞു, PG-യും ഇപ്പോ അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ ഇനി നമ്മള് നേരിട്ട് കാണുന്നത് നമ്മളുടെ കോൺവെക്കേഷൻ ആണ്. എല്ലാരും വരണം. ഈ ആഴ്ച ഫുള്ളും നമ്മുടെ ക്ലാസ്സുകളുണ്ട്. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇനി മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്ന് എല്ലാ ചാപ്റ്റേഴ്സും, ഞാനെടുത്ത ചാപ്റ്റേഴ്സ് എന്റെ അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിലും ആ ടീച്ചേഴ്സിന് എന്തെങ്കിലും ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഇനി പറഞ്ഞു തരാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറയാനുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ അത് ഈ ഒരാഴ്ച കൊണ്ട് നമ്മള് ഒന്ന് എല്ലാം കൂടി തട്ടിക്കൂട്ടി അവസാനിപ്പിക്കുവേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആഴ്ച കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവസാനിക്കും. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഒരു HRM സ്പെസിമെൻ ഇന്റർവ്യൂ പാനലിന്റെ ഒരു ചാപ്റ്റർ ആയിരുന്നു. പിന്നത്തേതില് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരുന്നു. പിന്നത്തേതില് HMIS-ഉം അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റ്, 2 ചാപ്റ്റേഴ്സ് അല്ലെ? അങ്ങനെ മൊത്തം 4 ചാപ്റ്റേഴ്സ് ആണ് ഈ 3 മൊഡ്യൂൾസിൽ നിന്നായിട്ട് ഞാൻ എടുത്തത്. ഓക്കെ, അങ്ങനെ ഒരു അവരുടെ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരുടെ ചാപ്റ്റേഴ്സിന്റെ ഒരു മറ്റേ പൊട്ടിക്കലാശം പോലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി നിങ്ങൾ പഠിക്കുക, നന്നായി പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് നല്ല കുട്ടികളായിട്ട് എല്ലാവരും നമ്മുടെ കോൺവെക്കേഷന് വരണം. കോൺവെക്കേഷന് വരുമ്പോ ഞങ്ങള് ഇതൊക്കെ ആരാണ് എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ പാരന്റ്സിന്റെ ഒപ്പം ചിലപ്പോ ഹസ്ബൻഡ് ആയിരിക്കും, ഫാമിലി മെമ്പേഴ്സ് വേറെ ഏതെങ്കിലും ആർക്കെ ആയിരിക്കും.
കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആരെയാണോ പഠിപ്പിച്ചതെന്ന് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കേണ്ടി വരും. അതില്ലാതെ നിങ്ങൾ നമ്മളെ കാണുമ്പോ ഓടി വരിക, വന്നു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് അല്ലെ, എനിക്ക് സന്തോഷമാണ്. ഒരു ടീച്ചർക്ക് അതിൽ പലൊരു സന്തോഷമില്ല. ഒരു കുട്ടി ഓടി ഇങ്ങോട്ട് അടുത്തേക്ക്, നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് ഓടി വന്നിട്ട് നമ്മളുമായിട്ട് എന്താ പറയാ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോ നമുക്ക് അതിൽ പരം വേറെ ഒന്നും കിട്ടാനില്ല. വേറെ എന്ത് കിട്ടിയാൽ അതിന് തുല്യമല്ലാതെ അത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടോ. മറ്റെന്ത് നേട്ടങ്ങളെക്കാൾ ആ ഒരു വലിയ ഒരു എന്താ പറയാ ഒരു പ്രകടനം, സന്തോഷ പ്രകടനം ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ളത് അത്രയും അഭേദ്യമായ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വരണം, വന്ന് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു സ്മാർട്ട് ശ്രീ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ക്ലാസ്സുകൾ, എങ്ങനെയായിരുന്നു നമ്മൾ എങ്ങനെയായിരുന്നു, ഇതെല്ലാം പറയണം കേട്ടോ. പറഞ്ഞിട്ടൊക്കെ വേണം പോകാനായിട്ട്. റെഡിയാണോ വരാൻ എല്ലാവരും? വരില്ല, ഞങ്ങൾ വരുന്നില്ല എന്ന് വിചാരിച്ചവരാരെങ്കിലും ഉണ്ടോ? വരുമോ എല്ലാവരും? ഓക്കെ, എല്ലാവരും വരും. നമ്മുടെ ക്ലാസ്സിൽ സ്ട്രെങ്ത് ഇത്രയുള്ളെങ്കിലും കൂടുതൽ കുട്ടികൾ ഉണ്ടാവണം. ഇത് ഇതിന് വരാൻ വേണ്ടിട്ടേ ക്ലാസ്സുകളൊക്കെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുന്നുണ്ടായിരിക്കും കുട്ടികൾ. അപ്പൊ എല്ലാവരും നമ്മുടെ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോ എനിക്ക് തോന്നുന്നു ബിലോ 20 ആണ്. 20-ൽ കുറവാണ് എല്ലാവരും ഇപ്പൊ ജോയിൻ ചെയ്യാൻ. പണ്ടൊക്കെ ആദ്യം കയറിയപ്പോ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ കുറെയൊക്കെ കുറഞ്ഞ് പല പല കാര്യങ്ങളും ആയിരിക്കാം. ഇടയിൽ ചിലപ്പോൾ ജോലി കിട്ടിയവരുണ്ടാകാം, പക്ഷെ ഏതെങ്കിലും റീസൺസ് കൊണ്ട് ചിലപ്പോൾ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പറ്റുമെങ്കിൽ നമ്മൾ വെറുതെ കാശ് മുടക്കിയിട്ട് ചെയ്യാതിരിക്കില്ലല്ലോ അല്ലെ. അപ്പൊ പിന്നെ അത് എന്തെങ്കിലും റീസൺ ആയിരിക്കാം. ഈ ടൈംസ് ഓക്കെ വട്ടവർ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഇതെല്ലാം എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വന്നാലേ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുള്ളൂ, നിങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ വരാൻ എല്ലാവരും തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ വരിക. പിന്നെന്താ പറയണ്ടേ? പറയാനുള്ളതൊക്കെ നേരിട്ട് പറയാം അല്ലെ. നിങ്ങളൊക്കെ നമ്മളുടെ കോൺവെക്കേഷൻ നടക്കുമ്പോ അതിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? കോൺവെക്കേഷൻ നടക്കുമ്പോ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? നിങ്ങൾ ഇപ്പൊ എത്ര മാസമായി നമ്മുടെ സ്മാർട്ട് ശ്രീയില് ഡിപ്ലോമ മുതൽ ജോയിൻ ചെയ്തിട്ട് എത്ര മാസമായി? കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ എത്രയായി? ഡിപ്ലോമ ഏത് മാസത്തിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്? അറിയാൻ വേണ്ടിട്ടാണ്, അതൊന്നും ചോദിക്കുന്നല്ല, വെറുതെ ജസ്റ്റ്. ഡിസംബറിൽ ജോയിൻ ചെയ്തതാണ് അല്ലെ? ഓക്കെ, ഡിസംബറിലായിരുന്നു അത്. അപ്പോ ഡിസംബറിൽ ജോയിൻ ചെയ്താണ്. നെക്സ്റ്റ് ഡിസംബർ ഏകദേശം എത്താറായിരുന്നത്. ഡിസംബർ എത്താറായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു മാസം എക്സാമും അതിന്റെ റിസൾട്ട് ഒക്കെ ആയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടാണ് പിന്നീട് നമ്മൾ PG-യിലേക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്നത് അല്ലെ. ആ ഒരു മാസത്തെ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ നമ്മുടെ MT-യിലൊക്കെ മോണ്ടിസോറി ടീച്ചിങ് കോഴ്സുകളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അവർക്ക് ഓരോരോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാട്ടോ ഇവിടെ വരുമ്പോ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വേദി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഓൺലൈനായിട്ട് ഒരുമിച്ചിരുന്ന് പഠിച്ച് നിങ്ങൾക്ക് കൂട്ടുകാരാണോ? അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാറുണ്ടോ? നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഇല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊക്കെ ചെയ്യോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗണ്ടൊക്കെ ഞാൻ ഓൺ ആക്കിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞോ. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലൊക്കെ ഉണ്ടോ? ചാറ്റിംഗ് മാത്രമേ ഉള്ളൂ, നമ്മളുടെ വെർബൽ ടോക്ക് ഇല്ല? അങ്ങനെയില്ല, അങ്ങനെയുള്ള ഒരു ഇന്റിമസി ഇല്ല, ബോണ്ടിങ് ഇല്ല അല്ലെ? യെസ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. വല്ല പാട്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിവിടെ വരുമ്പോഴും ഓരോരുത്തരുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മള് സ്റ്റണ്ണിങ് ആയിട്ട് നിൽക്കും. കാരണം നല്ല കഴിവുകളുള്ള ഞങ്ങൾക്ക് പഠിക്കാൻ മാത്രമല്ല ഈ കഴിവൊക്കെ ഉണ്ട് ടീച്ചറെ എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഒരു സന്തോഷാണേ. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്തിട്ടൊക്കെ പഠിച്ചിട്ടൊക്കെ വരാം കേട്ടാ. ഓക്കെ അല്ലേ? റെഡി ആവോ ആരെങ്കിലും ഒക്കെ? അങ്ങനെ വരണം, പക്ഷെ എനർജറ്റിക് ആയിട്ട് വരണം. നമ്മളുടെ കുട്ടികളുടെ സ്ട്രെങ്ത് ഒന്ന് കാണിച്ചു തരണം. കാരണം ഇപ്പൊ 10 മാസമാവാറേ, 10 മാസമൊക്കെ ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പഠിക്കാനും ടീച്ചേഴ്സിനെയും കുട്ടികളും നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പഠിക്കാനൊക്കെ പറയുന്നത് ലൈവ് ആയിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ടില്ലെന്നുള്ളൂ. നിങ്ങളൊരു ക്ലാസ് ആണ്, നമ്മളൊരു ക്ലാസ് ആണ്. ഒരു ക്ലാസ്സിൽ
എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമുക്കും അതിന് ആഗ്രഹമുണ്ട് നിങ്ങളിൽ അങ്ങനെയൊക്കെ കാണാനായിട്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാൻ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കാനില്ല. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. വരണം എന്തായാലും എല്ലാവരും പറഞ്ഞാൽ എല്ലാവരെയും കാണാനാകും. അടുത്ത ദിവസത്തെ ക്ലാസ് കൂടി നമ്മളുടെ തീരും. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ 4 ചാപ്റ്ററിൽ നിന്ന് മൊത്തത്തില് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ സീ യു. കാണാം. ബൈ. താങ്ക് യു.